ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും രേവതിയും തമ്മിൽ അടിച്ചു പിരിയുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സച്ചിക്ക് രേവതിയോട് അത്യധികം വെറുപ്പ് തോന്നുകയും ദേഷ്യം തോന്നുകയും രേവതിയെ തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരുണും ദേവും തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ. പക്ഷേ വീട്ടുകാരെ മുഖേന ആ കല്യാണം എന്തായാലും നടക്കില്ല എന്ന് നമ്മുടെ അരുണും ദേവുവിനും മനസ്സിലാവുകയാണ്. കാരണം സച്ചിയുടെ തീരുമാനമാണ് രേവതിയുടെ വീട്ടുകാരുടെ തീരുമാനം. സച്ചി എന്തായാലും അരുണായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ദേവു സച്ചിയെ കണ്ട് ഒരുപാട് സംസാരിച്ചൊക്കെ നോക്കി, പക്ഷേ സച്ചി അതിലൊന്നും വീഴുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അരുൺ രേവതിയോടും സംസാരിച്ചിട്ടുണ്ട്. അരുൺ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ വിവാഹം നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയിപ്പോ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ദേവു മാത്രമായിരിക്കും. എൻ്റെ അമ്മയുടെ മരുമോളായിട്ട് വരാൻ പോകുന്നതും ദേവു ആയിരിക്കും. ഞാൻ അവളെ എന്തായാലും വിവാഹം കഴിക്കും എന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട് അരുണ്. രേവതി ഈ വിവരം സച്ചിനോട് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, ആഹാ, അവൻ അങ്ങനെ വെല്ലുവിളിച്ചെങ്കിൽ അതൊന്ന് കാണണമല്ലോ. എൻ്റെ അനിയത്തിയെ ആരെ കൊണ്ട് കെട്ടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ വിവാഹം എന്തായാലും നടക്കില്ല രേവതി. നിന്റെ സംസാരത്തിൽ നിനക്ക് ഈ വിവാഹം നടത്താൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എങ്ങാനും ഈ വിവാഹം നടക്കുവാണെങ്കിൽ, നീ മുഖേന ഇത് നടക്കുവാണെങ്കിൽ എനിക്ക് പിന്നെ നീയായിട്ടോ നിന്റെ കുടുംബമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത് സച്ചിയുടെ വാക്കാണെന്ന് സച്ചി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ രേവതിയോട് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ കൂട്ടുകാരികൾ ഉണ്ടല്ലോ, പോകെട്ടുന്നവര്, അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ്. ദേവുവിൻ്റെ ഈ കല്യാണ കാര്യത്തെ പറ്റിയൊക്കെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, എൻ്റെ രേവതി, ഇത് നല്ലൊരു ആലോചനയല്ലേ, ദൈവമായിട്ട് കൊണ്ടുതന്നതാ. നല്ല ജോലിയുണ്ട്, നല്ല പയ്യനാണ്, പിന്നെ ഈ വിവാഹം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതല്ലേ പറഞ്ഞത്, സച്ചിയേട്ടൻ അയാളെ ഇഷ്ടമല്ല, സച്ചിയേട്ടനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, രേവതി, ആ പ്രശ്നങ്ങളൊക്കെ ഈ വിവാഹത്തോടു കൂടെ മാറും. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഈ കല്യാണം കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ഒരുപാട് ട്രിപ്പുകൾ പോവും. പിന്നെ അവർ ഭയങ്കര കൂട്ടായിരിക്കും. ഇപ്പോൾ കാണുന്ന ദേഷ്യങ്ങളൊക്കെ ആ കല്യാണം കഴിഞ്ഞാൽ തീരും. നിങ്ങൾ ആ ദേഷ്യങ്ങളൊന്നും വിലക്കെടുക്കണ്ട, നിങ്ങൾ ഈ കല്യാണം നടത്തുന്ന രേവതിയോട് ഇവർ പറയുവാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാലും സച്ചിയേട്ടൻ ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടക്കില്ല, സച്ചിയേട്ടൻ എന്തായാലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, നീ എന്നാ ഒരു കാര്യം ചെയ്യ്, സച്ചിയുടെ അച്ഛനോട് സംസാരിച്ച് നോക്ക്, അച്ഛൻ പറഞ്ഞാൽ എന്തായാലും സച്ചി കേൾക്കുമല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല. അച്ഛനോട് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അറിയും, പിന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുക അമ്മ. ഓരോന്നും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, സച്ചിയേട്ടനെ ഞാൻ ഇതെങ്ങാനും അച്ഛനോട് പറഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ എന്നോട് ഉള്ള ദേഷ്യവും കൂടി കൂടും. ഇപ്പോൾ തന്നെ ഈ വിവരം പറയുമ്പോൾ എന്നോടൊരു ശത്രുവിൻ എന്ന പോലെയാണ് സച്ചിയേട്ടൻ പെരുമാറുന്നതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, രേവതി, ഇതിൽ കൂടുതലൊരു നല്ല ആലോചന ദേവുവിന് വരാനില്ല. നീയും നിന്റെ അമ്മയും അമ്പലത്തിൻ്റെ മുമ്പിൽ പൂ കെട്ടി കൊടുക്കാറില്ലേ, ആ പുണ്യമാണ് ദേവു ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ലതേ നടക്കുള്ളൂ. ഇതും നല്ല പയ്യനാ, ഈ ആലോചന തട്ടിക്കളയാതിരിക്കും രേവതി എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുന്നുണ്ട് രേവതിയെ. രേവതിയും അതേപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. പക്ഷേ സച്ചിനോട് പറയാൻ രേവതിക്ക് പേടിയാണ്. കാരണം ഇതേപ്പറ്റി ഇനി പറയാൻ പോയാൽ സച്ചി എന്തായാലും രേവതിയെ ചീത്ത പറയും, തല്ലും എന്നൊക്കെ രേവതിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ രേവതി എന്നാലും ദേവുവിൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് രേവതിക്ക്. സച്ചിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ദേവു അരുണുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ട്രിപ്പ് പോലും സച്ചി എടുക്കുന്നില്ല. വരുന്ന സവാരികളൊക്കെ സച്ചി വേറെ ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പോൾ ഈച്ച ചോദിക്കുമ്പോഴേക്കും സച്ചി തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. അരുണിനായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ ദേവുവിൻ്റെ ജീവിതം ഒരിക്കലും സന്തോഷപൂർണ്ണമായിരിക്കില്ല. അവൻ അവളെ ഉപദ്രവിക്കും. എൻ്റെ അടുത്ത് പെരുമാറുന്നത് പോലെ തന്നെ അവളോടും അവൻ പെരുമാറും. അതൊന്നും നടക്കാൻ പാടില്ല. ദേവു എൻ്റെ സ്വന്തം അനിയത്തിയാണ്, അവൾക്കൊരു നല്ല ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു നല്ല പയ്യനെ തന്നെ അവൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കും എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ഈച്ച പറയുന്നുണ്ട്, എടാ, അരുൺ ചിലപ്പോൾ നല്ലവനായിരിക്കും, നിന്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ദേവ് നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, അരുണിന് നല്ല ജോലിയുണ്ട്, അവളെ നല്ലതുപോലെ നോക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ. നല്ല ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിൽ സ്നേഹം വേണം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. സച്ചി എന്തായാലും ഉറപ്പിച്ച് ഈച്ചയോടും പറയുന്നുണ്ട്, അവനെ കൊണ്ട് എന്തായാലും ഞാൻ കെട്ടിക്കില്ല, നല്ലൊരു ആലോചന എനിക്ക് കണ്ടുപിടിക്കണം, നീയും എന്നെ സഹായിക്കണം ഈച്ച എന്നൊക്കെ ഈച്ചയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ്
സച്ചി കാർ എടുത്ത് പോകുമ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ അരുൺ ബൈക്കുമായിട്ട് വരുവാണേ. അപ്പോൾ ഒരു ചെറിയ വഴിയായിരിക്കും, കാരണം ഈ ബൈക്ക് മാറ്റിയാൽ മാത്രമേ സച്ചിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, സച്ചിയുടെ കാറ് പുറകോട്ടെടുത്താൽ മാത്രമേ അരുണിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ രണ്ടുപേരും വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുവാണേ. അരുൺ പറയുന്നുണ്ട്, ഞാൻ ഹോൺ അടിച്ച് വരുന്നത് കണ്ടില്ലേ, പിന്നെ എന്തിനാ കാർ ഈ വഴിയിലോട്ട് കയറ്റിയത്, പുറകോട്ടെടുക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കാറ് വരുന്നത് കണ്ടിട്ടല്ലേ താൻ ഹോൺ അടിച്ചുകൊണ്ട് വരുന്നത്, ഞാൻ എന്തായാലും കാറ് പുറകോട്ടെടുക്കത്തില്ല, താൻ തൻ്റെ ബൈക്ക് പുറകോട്ടെടുക്കുക, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ ഈ വെച്ച ബൈക്ക് ഒരടി പുറകോട്ടെടുക്കില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചിയും അതുപോലെ തന്നെ പറയുകയാണേ, ഞാൻ എൻ്റെ കാർ ഒരു തരി പോലും പുറകോട്ടെടുക്കില്ല എന്ന്. അപ്പോഴേക്കും സച്ചിയുടെ കാറിൻ്റെ ബാക്കിൽ ഒരുപാട് വണ്ടികൾ, രാവിലെ ജോലിക്ക് പോണ സമയമാണല്ലോ, അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് ബ്ലോക്ക് ആവുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്, സച്ചിനോട് കാർ എടുക്കാൻ പറയുമ്പോൾ സച്ചി പറയും, എനിക്കിനി ഇതിട്ട് വളക്കാനൊന്നും പറ്റത്തില്ല, ആ ബൈക്കുകാരനോട് മാറിത്തരാൻ പറ എന്ന് പറയുമ്പോഴേക്കും അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുവാണ്. എടോ ബൈക്ക് മാറ്റിടോ, അയാൾ പോട്ടെ, എന്നാലേ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അരുൺ അനങ്ങുന്നില്ല. അരുണിൻ്റെ വാശിക്ക് അങ്ങനെ തന്നെ നിൽക്കുവാണ്. സച്ചിയും അതുപോലെ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും നല്ല വാശിയും ദേഷ്യവും ഒക്കെയുണ്ട്. അപ്പോൾ നോക്കുമ്പോഴേക്കും ദേവു ഒരു ഓട്ടോയിൽ വരുമായിരിക്കും. ദേവു ജോലിക്ക് പോകണ ആ ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ ജോലിക്ക് പോണ സമയമാകുമ്പോൾ ഇവിടെ ബ്ലോക്ക് കാണുമ്പോഴേക്കും ദേവു ഇറങ്ങി നോക്കുമ്പോഴേക്കും സച്ചിയും അരുണും ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുവാണ്. ദേവുക്ക് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ദേവു അരുണിനോട് അപേക്ഷിക്കുന്നുണ്ട്, ആക്ഷൻ കാണിച്ച് അപേക്ഷിക്കുവാണ്, പ്ലീസ് അരുണേട്ടാ ഒന്ന് മാറിക്കൊടുക്ക്, പൊക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുമ്പോഴേക്കും അരുൺ അത് അനുസരിക്കുവാണ്. അരുൺ തൻ്റെ ബൈക്ക് എടുത്ത് പുറകോട്ട് മാറുമ്പോഴേക്കും സച്ചി തൻ്റെ കാർ എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ബ്ലോക്കൊക്കെ പരിഹരിക്കുവാണ്. സച്ചി അപ്പോഴേക്കും മിററിലൂടെ ദേവുവിനെ കാണുവാണ്. ദേവുവും അരുണും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും സച്ചി ദേവുവിനെ വിളിച്ചിട്ട് അടുത്തോട്ട് വിളിക്കുന്നുണ്ട്. ദേവു നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ജോലിക്ക് പോവാ സച്ചിയേട്ടാന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നടന്നത് കണ്ടില്ലേ, വഴി മാറി തരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു, ഞാനും അങ്ങനെ തന്നെ നിന്നു, നമ്മളൊരു തീരുമാനം എടുത്ത് അങ്ങനെ ഉറപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാൾ തന്നെ പിന്തിരിഞ്ഞു പൊക്കോളും, അതുകൊണ്ട് നമ്മുടെ തീരുമാനം നമ്മൾ മാറ്റേണ്ട ദേവു, നിനക്ക് കാര്യം മനസ്സിലായില്ലേ എന്ന് പറയുമ്പോഴേക്കും ദേവു തലയാട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, വാ ഞാൻ കൊണ്ടേയാക്കാം എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ ഞാൻ ഓട്ടോയിലാണ് വന്നത്, ഓട്ടോക്ക് പൊക്കോളാം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അരുണിനോട് മിണ്ടാൻ വേണ്ടിയിട്ടാണ് ദേവു ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ സച്ചി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദേവുവിനെ ഓട്ടോ കയറ്റി നിർബന്ധിച്ച് ഓട്ടോ കയറ്റി വിടുവാണ്. എന്നിട്ട് അരുണിനോട് മിണ്ടിപ്പോകരുതെന്നും ഈ കല്യാണം എന്തായാലും നടക്കില്ലെന്നും വീണ്ടും പറയുന്നുണ്ട്. ദേവുക്ക് സച്ചിനോട് ചെറിയൊരു ദേഷ്യവും തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതി തൻ്റെ അമ്മയെ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന എപ്പിസോഡുകളാണ്. രേവതി അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അമ്മേ നല്ലൊരു ആലോചനയല്ലേ അമ്മേ അരുണേട്ടൻ്റെ, അമ്മ എന്തിനാ അത് വേണ്ടെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, സച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യൂലെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് അത് പറയിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അത് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാമേ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും നിന്നാലോ, ദേവുവിനെ കിട്ടിയൊരു നല്ല ആലോചനയാണ് ഇല്ലാതായി പോകുന്നത്, എപ്പോഴും ഇനി ഒരു പ്രാവശ്യം കൂടി ഇതുപോലൊരു നല്ലൊരു ആലോചന വരണം എന്നൊന്നുമില്ല, ഇപ്പോൾ ദേവുമായിട്ട് ഇത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നത്, അത് നമുക്ക് നടത്താം എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, മോളെ എനിക്കും സച്ചി സമ്മതിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ കല്യാണം നടത്തും, പക്ഷേ സച്ചി സമ്മതിക്കാതെ ഇത് നടക്കത്തില്ല, എനിക്കും ഈ കല്യാണത്തിനോട് വിരോധമൊന്നുമില്ല, പക്ഷേ സച്ചിയുടെ സമ്മതം വേണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ സച്ചിയേട്ടൻ ഇങ്ങനെ വാശിപ്പുറത്ത് പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വാശിയും ഒക്കെയുണ്ട്, അതിൻ്റെ പുറത്താണ് ഇതൊക്കെ നടക്കുന്നതും, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട, അമ്മ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്, അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കുക, ദേവുവിൻ്റെ സന്തോഷമല്ലേ നമുക്കും നമ്മുടെയും സന്തോഷം, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടത്തിയാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഈ കുടുംബത്തിലെ കാര്യം നോക്കുന്നത് സച്ചിയാണ്, അപ്പോൾ സച്ചിയുടെ ഇഷ്ടം നോക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി വീണ്ടും പറയുന്നുണ്ട്, അമ്മേ അരുണിൻ്റെ ആലോചനയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മര്യാദ കിട്ടാറുണ്ടോ, എൻ്റെ അമ്മായിയമ്മ എങ്ങനെയൊക്കെ അമ്മയോട് പെരുമാറുന്നത്, പക്ഷേ ദേവുവിൻ്റെ അമ്മായിയമ്മ അങ്ങനെയല്ല, അവരിവിടെ വന്നപ്പോൾ എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്, അമ്മയോട് എന്ത് നല്ല രീതിയിലാണ് സംസാരിച്ചത്, അമ്മയോട് അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് ജീവിതത്തിലുടനീളം ഉണ്ടാവും അമ്മേ, എൻ്റെ വീട്ടിലുള്ള അനുഭവങ്ങൾ അമ്മയ്ക്ക് ഇവളുടെ വീട്ടിൽ നിന്നും കിട്ടത്തില്ല, അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന രേവതി വീണ്ടും വീണ്ടും പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, രേവതി നീ ദേവുവിൻ്റെ കല്യാണം ദേവുവിടെ ഇഷ്ടത്തിന് കല്യാണം നടത്തി കൊടുക്കാൻ പോകുമ്പോഴേക്കും ഇല്ലാതാവുന്നത് നിൻ്റെ ജീവിതമായിരിക്കും, സച്ചിയുടെ ദേഷ്യം അറിയാലോ, അവൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതാ, നീ നിൻ്റെ ജീവിതം നശിക്കല്ലേ, ഒരു മോളുടെ ജീവിതം നന്നാവുമ്പോൾ മറ്റൊരു മോളുടെ ജീവിതം നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ രണ്ട് മക്കളും സന്തോഷത്തോടെ ജീവിക്കണം, നിൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല രേവതി ഈ കാര്യം പറഞ്ഞിട്ട് അമ്മ രേവതിയോട് പറയുമ്പോഴേക്കും ദേവു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ദേവു ഒരു തീരുമാനം എടുക്കുവാണ്. പിന്നെ ദേവു അരുണിൻ്റെ വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ട്, അരുണേട്ടാ ഈ കല്യാണം നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എന്താ ദേവു ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുണേട്ടൻ അറിയാലോ സച്ചേട്ടൻ
സമ്മതിക്കാതെ ഈ വിവാഹം നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ജീവിക്കാൻ പോകുന്നത് നമ്മളല്ലേ, സച്ചിയുടെ ഇഷ്ടമൊക്കെ എന്തിനാ നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തരുന്നത് സച്ചിയേട്ടനാണെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ആ സച്ചിയേട്ടൻ്റെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ല, ഈ കല്യാണം നടക്കില്ല അരുണേട്ട എന്ന് പറയുവാണ്. അരുണേട്ടൻ എന്നെ മറക്കണമെന്നും അരുണേട്ടൻ്റെ വാശിപ്പുറത്ത് ഓരോന്നും ചെയ്തു കൂട്ടരുതെന്നും എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ അതൊക്കെ പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ, എൻ്റെ ചേച്ചിയും സച്ചിയേട്ടനും സന്തോഷത്തോടെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹവും, അതുകൊണ്ട് തന്നെ അരുണേട്ടൻ എന്നെ മറക്കണം, ഈ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ദേവു ആ വീട്ടിൽ നിന്നും പോവാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അമ്മയോട് ഈ വിവരം പറയുന്നുണ്ട്. അരുണേട്ടനോട് ഞാൻ എന്നെ മറക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ വിവാഹം നടക്കില്ല, അമ്മക്ക് സന്തോഷമായില്ലേ, ഞാൻ കാരണം അമ്മയുടെ മോള് രേവതിയുടെ ചേച്ചിയുടെ ജീവിതം ഒന്നും തകരാൻ പോകുന്നില്ല, അമ്മയ്ക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ ദേവു കരനോടും പറഞ്ഞിട്ട് മുറിയിലോട്ട് പോവാണ്. അപ്പോൾ ശരത്തിന് ഇത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട്. ശരത്ത് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മേ എന്താ അമ്മേ ഇത്, ചേച്ചി ആയാലും ദേവു ആയാലും ഒരുപാട് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് അമ്മയെ സഹായിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിച്ചതും, ദേവു ഇതേവരെ ഒരു ആഗ്രഹം പോലും അമ്മയോട് പറഞ്ഞിട്ടില്ല, നമുക്കിത് നടത്തി കൊടുത്തൂടെ അമ്മയെന്ന് ശരത്തും അപേക്ഷിക്കുവാണ്. പക്ഷേ ലക്ഷ്മി ആ ഉറച്ച വാക്കിൽ അങ്ങനെ തന്നെ നിൽക്കുവാണ്. സച്ചി സമ്മതിച്ചാൽ മാത്രമേ ഞാനും സമ്മതിക്കൂ എന്നുള്ളൊരു വാക്കിൽ. ദേവുവിൻ്റെ അവസ്ഥയാണെങ്കിൽ ദിവസം പോകുന്നതോറും ഭയങ്കര മോശമായിട്ട് വരുവാണേ. ദേവു ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും മിണ്ടാതെയായി മുറിയിൽ തന്നെ ഒരു ഇരിപ്പ്, ജോലിക്ക് പോകും വരും, വീട്ടുകാരായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ പോയിരിക്കുവാണ്. മുറിയിൽ ഇങ്ങനെ ആരും ഇല്ലാത്ത പോലെ ഒറ്റയ്ക്കിരിക്കും, ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കില്ല. ആ അവസ്ഥ കാണുമ്പോൾ ശരത്തിനൊക്കെ സങ്കടാവുന്നുണ്ട്, ലക്ഷ്മിക്കും സങ്കടാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവർ സച്ചിയുടെ വാക്കിൽ ഉറച്ചങ്ങനെ തന്നെ പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണിൻ്റെ അമ്മ രേവതിയെ ഒന്നുകൂടെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. രേവതിയോട് പറയുന്നുണ്ട്, ഇവരുടെ ഭാവി നിന്റെ കയ്യിലായിരിക്കുന്നത്, നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല, അരുൺ അവളെ നല്ലതുപോലെ നോക്കും, അരുണിൻ്റെ സസ്പെൻഷൻ തീർന്നിട്ടും അവൻ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഒറ്റിരിപ്പ, അവൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുക, മോളെ നീ വേണം ഇതിലൊരു തീരുമാനം എടുക്കാൻ, നിന്റെ കയ്യിലാണ് ഇതിൻ്റെ ഒരു തീരുമാനം ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക, സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ അമ്മ പോവാണ്. സച്ചിയാണെങ്കിലോ ദേവുവിന് വേണ്ടി നല്ല ആലോചനകൾ നോക്കി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ്. രേവതി വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സച്ചിയെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സച്ചി അതൊന്നും കേൾക്കുന്നില്ല. രേവതി പറയുന്നുണ്ട്, അരുണിൻ്റെ അമ്മയും അരുണും കൂടി വീട്ടിൽ വന്ന് സംസാരിച്ച അമ്മയുടെ മനസ്സ് മാറ്റി ഈ കല്യാണത്തിന് അമ്മയും സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓഹോ അവിടം വരെ എത്തിയോ, എന്നാൽ പിന്നെ നിങ്ങൾ കല്യാണം നടത്തിക്കോ, പക്ഷേ സച്ചി ആ കല്യാണത്തിന് ഉണ്ടാവില്ല, നീയും ആ കല്യാണത്തിന് പോവില്ല, ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സച്ചി നീ എന്ന് പറഞ്ഞൊരു ഭാര്യയില്ല എന്നൊക്കെ സച്ചി ഉറപ്പിച്ച് തന്നെ പറയുവാണ്. രേവതിക്ക് ആകെ ടെൻഷനാവുകയാണ്. പിന്നെ കാണിക്കുന്നത് മുറിയിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന ദേവുവിനെയാണ്. അമ്മയും ശരത്തും കൂടി ദേവുവിനെ ഒരുപാട് വിളിച്ചു നോക്കുന്നുണ്ട്. ദേവു എഴുന്നേൽക്കുന്നില്ലേ, വെള്ളമൊക്കെ മുഖത്ത് തളിച്ചിട്ടും ദേവു എഴുന്നേൽക്കുന്നില്ല. ഇവർക്ക് പേടിയാവുകയാണ്. ദേവുവിനെയും പൊക്കി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോയിലോട്ട് പോകുന്ന ടൈമിൽ നമ്മുടെ അരുണും കാണുന്നുണ്ട് ദേവുവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുന്നത്. അരുൺ ബൈക്ക് എടുത്ത് നേരെ ഓട്ടോയെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുവാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴേക്കും രേവതിയെ വിളിച്ച് വിവരം പറയുന്നുണ്ട്, മോളെ രേവതി, ദേവുവിന് ബോധമില്ലാതെ വീട്ടിൽ കിടക്കുമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, വിളിച്ചിട്ടാണെങ്കിൽ കണ്ണും തുറക്കുന്നില്ല, ഞങ്ങളിപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും രേവതിക്കും ടെൻഷനാവുകയാണ്. അയ്യോ എന്തു പറ്റി എൻ്റെ ദേവുവിന്, അവൾക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് ടെൻഷൻ കയറിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതിയും വല്ലാതെ വിഷമിക്കുവാണ്. സച്ചിനോട് ഈ വിവരം പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും എളുപ്പം ഹോസ്പിറ്റലിലോട്ട് ഓടുവാണേ. ഹോസ്പിറ്റലിലെത്തി അമ്മയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ദേവുവിന് മുറിയിൽ ഇങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുമായിരിക്കും. അമ്മ ഭയങ്കര കരച്ചിലാണ്, ശരത്തും ഉണ്ട് കൂടെ. അപ്പോൾ സച്ചിയും രേവതിയും ഓടി വന്നിട്ട് അമ്മേ എന്ത് പറ്റിയതാ ദേവുവിനെന്ന് ചോദിക്കുമ്പോഴേക്കും, അറിയില്ല മോളെ, ഞാൻ പൂവൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമായിരുന്നു, ഭക്ഷണം എടുത്തു വെച്ചത് അങ്ങനെ ഇരിക്കുന്നു, ഇവളാണെങ്കിൽ മുറിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, പോയി വിളിച്ച് എഴുന്നേൽക്കുന്നില്ല, ആകെ ടെൻഷനായി പോയി, ശരീരമൊക്കെ മൊത്തം ചൂടായി ഇരിക്കുന്നു, വെള്ളം ഒഴിച്ചിട്ട് കണ്ണും തുറക്കുന്നില്ല, പേടിച്ചു പോയി, അവസാനം ഞാനും ശരത്തും കൂടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നതാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സ്ട്രെസ്സ് കൂടി ബി പി കൂടിയതാ സച്ചിയേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഈ പ്രായത്തിൽ ഇവൾക്ക് എന്താ ഇത്രയും ബി പി കൂടാൻ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അത് സ്ട്രെസ്സ് കൂടിയിട്ടാ സച്ചിയേട്ടാ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, പാവം എൻ്റെ അനിയത്തി എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുമായിരുന്നു, ഒന്നും ആരോടും പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കിയത് കൊണ്ടാണ് അവൾക്ക് ഈ അവസ്ഥ വന്നത്, പാവം ദേവു എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണ്. അപ്പോഴേക്കും നമ്മുടെ അരുൺ പുറത്ത് നിന്ന് മെഡിസിനൊക്കെ മേടിച്ചിട്ട് മുറിയിലോട്ട് കയറി വരുവാണ്. അമ്മ ഇതേ മെഡിസിൻ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വരുന്നതും സച്ചിയെ കാണുവാണ്. സച്ചിയും അരുണും പിന്നെ പറയണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. സച്ചി അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ, ദേവുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുവാണ് ഹോസ്പിറ്റലിൽ.
നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവൻ ഇവിടെ വന്നതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അല്ല സച്ചി ഏട്ടാ, ഞങ്ങൾ വരുന്നത് കണ്ട് ബൈക്കിൽ വന്നതാണ്, ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് അരുണും ഇവിടെ ഉണ്ടെന്ന് പറയുവാണ്, അയാളോട് ഇവിടെ നിന്ന് പോകാൻ പറ, അയാൾ ഒറ്റൊരുത്തന ഈ ദേവുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അരുൺ പറയുന്നുണ്ട്, ഇത് ഹോസ്പിറ്റലല്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം, എന്നെ പുറത്താക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണ്, അവളെ കാണാൻ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ഇവിടെ നിന്ന് പോടാന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ എന്തിനു പോകണം എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയാണ്. സച്ചി അരുൺ കാരണമാണ് ദേവുവിന് ഈ അവസ്ഥ വന്നതെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ല, നിങ്ങൾ കാരണമാണ് ദേവുവിന് ഈ അവസ്ഥ വന്നത്, നിങ്ങൾക്ക് ദേവുവിന് ഇഷ്ടമല്ല, നിങ്ങൾക്ക് എന്നോടുള്ള പ്രതികാരമോ വല്ലത്, എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ പിരിപ്പിക്കാൻ നോക്കി, അതുകൊണ്ടാണ് ദേവുവിന് ഈ അവസ്ഥ വന്നത്, നിങ്ങൾക്ക് ദേവുവിനോടും ആരോടും ഒരു സ്നേഹവുമില്ല, നിങ്ങളുടെ സ്വാർത്ഥതയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യം വന്ന് അരുണിനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. ലാസ്റ്റ് എല്ലാവരും കൂടി പിടിച്ചു മാറ്റി അവിടെ നിന്നും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് ഹോസ്പിറ്റലില്ല, ദേഷ്യമൊക്കെ പുറത്തു പോയി കാണിക്കുക, പാവം എൻ്റെ അനിയത്തി അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ അവളുടെ BP ഇപ്പോൾ പിന്നെയും കൂടിയാനേ, ഇവിടുന്ന് പോ സച്ചിയേട്ടാന്ന് പറഞ്ഞ് രേവതി പുറത്താക്കുന്നുണ്ട്. സച്ചി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ലക്ഷ്മി അരുണിനോടും പറയുന്നുണ്ട് ദേഷ്യത്തിൽ, ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ നിങ്ങൾക്ക് ഈ കല്യാണം നടക്കത്തില്ല, സച്ചിയുടെ ഇഷ്ടമില്ലാതെ നടക്കില്ല എന്ന്, ഇനി ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇവിടുന്ന് പോന്ന് പറഞ്ഞ് അരുണിനെയും പുറത്താക്കുവാണ് ലക്ഷ്മി. പിന്നെ ഡോക്ടർ രേവതിയോടും നമ്മുടെ ലക്ഷ്മിയോടും പറയുന്നുണ്ട്, ദേവുവിന് ഈ പ്രായത്തിൽ ഇത്രയും ടെൻഷനൊന്നും പാടില്ല, ആ കുട്ടിക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം, ഹാപ്പി ആയിട്ടിരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്, ഇനിയും BP കൂടാനുള്ള സാധ്യതയുണ്ട്, ആ കൊച്ചിൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ആകെ ടെൻഷനാവാണ്. രേവതിക്ക് സ്വന്തം മോളെ പോലെയാണല്ലോ ദേവു, അവൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ രേവതിക്കും സങ്കടമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ദേവു വീട്ടിലിരിക്കാതെ വർക്കിന് പോകാനൊക്കെ തുടങ്ങുവാണ്. എത്ര വൈകിലും ദേവു വർക്കിന് പോകുന്നുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദേവു വർക്കിന് പോകുന്നത്. ദേവുവിൻ്റെ അവസ്ഥ കാണുമ്പോഴേക്കും രേവതിയുടെ സങ്കടവും കൂടി വരുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരുണിൻ്റെ അമ്മയ്ക്ക് വീണ്ടും അപമാനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അരുണിൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കുവാണ്, ദേവു ഇനി നിൻ്റെ ജീവിതത്തിൽ വേണ്ട, നിനക്ക് ഞാൻ വേറൊരു പെണ്ണിനെ അന്വേഷിക്കുവാണ്, എത്രയും പെട്ടെന്ന് നിൻ്റെ കല്യാണം ഞാൻ നടത്തുന്ന ഒറ്റ തീരുമാനത്തിൽ നിൽക്കുവാണ് അരുണിൻ്റെ അമ്മ. അപ്പോൾ ഈ വിവരം നമ്മുടെ അരുൺ ദേവുവിനോടും, ദേവു പൂക്കടയിൽ നിൽക്കുന്ന ടൈമിൽ ദേവും കൂടി നിൽക്കുമായിരിക്കും, ആ ടൈമിൽ വന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ദേവുവിന് ഭയങ്കര ഷോക്കാവുകയാണ്. എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും താൻ സ്നേഹിച്ച ആളെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോഴേക്കും ദേവുവിന് സങ്കടാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അരുണിൻ്റെ അമ്മ ഒരുപാടൊക്കെ ആലോചിച്ചു, നിങ്ങളോടൊക്കെ ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷേ എപ്പോഴും അപമാനം മാത്രമല്ലേ, അമ്മ ഇനി വേറൊരു പെൺകുട്ടിയെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുവാണ്, അമ്മ തീരുമാനിച്ചതാ, അമ്മയെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് നിൽക്കേണ്ടി വരും, പക്ഷേ എനിക്ക് എൻ്റെ ദേവുവിനെ വിട്ട് പിരിയാനും പറ്റത്തില്ല, അപ്പോൾ ചേച്ചി വേണം ഇനിയൊരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട് അരുൺ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ, സച്ചിയാണെങ്കിൽ ദേവുവിന് വേറൊരു ചെക്കനെയും നോക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും 2 വിവാഹം കഴിക്കേണ്ടി വരും, അത് നടക്കില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അത് ദേവു മാത്രമായിരിക്കും, ചേച്ചി ഞങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതിക്കും ദേവുവിനും അത് ഭയങ്കര ഷോക്കാവുകയാണ്. ദേവു ഇത് നീയും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ദേവുവിനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ദേവുവിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ ചേച്ചി, അതുകൊണ്ടാണ്, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ദേവുവിൻ്റെ കൂടെ ആയിരിക്കും, ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ ദേവുവിനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തിക്കോളൂ, ഒരു സേഫ്റ്റിക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും വെവ്വേറെ കെട്ടിക്കും, ചേച്ചിയുടെ അനുഗ്രഹമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ രജിസ്റ്റർ മാരേജ് നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ദേവുവിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, വിവാഹം കഴിക്കുവാണെങ്കിൽ ഞാൻ അരുണേട്ടനെ മാത്രമേ കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. പിന്നെ സച്ചിയാണെങ്കിൽ ആലോചനകൾ ഒരെണ്ണം ഉറപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലുമാണ്. ലാസ്റ്റ് രേവതി അവരുടെ സമ്മതത്തിന് വഴങ്ങുവാണ്. രേവതി 2 പേരുടെയും രജിസ്റ്റർ മാരേജിന് സമ്മതിക്കുവാണ്. സാക്ഷിയായിട്ട് രേവതി ഒപ്പിടുന്നൊക്കെയുണ്ട് ഡേറ്റ് തീരുമാനിച്ചിട്ട്. അപ്പോൾ ആരും അറിയാതെ അങ്ങനെ ദേവുവിൻ്റെയും അരുണിൻ്റെയും രജിസ്റ്റർ മാരേജൊക്കെ കഴിയുവാണ്. പക്ഷേ അവിടെ പരിചയമുള്ള ഒരു ആൾ സച്ചിനോട് പോയി പറയുന്നുണ്ട്, ഇവർ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു, രേവതിയെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുവാണേ. പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ, സച്ചി രേവതിയോട് ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, നീ എൻ്റെ വാക്കിനെ ധിക്കരിച്ചു രേവതി, നീ നിൻ്റെ അനിയത്തിയെ അവനെ കൊണ്ട് തന്നെ കെട്ടിച്ചു, അപ്പോൾ എൻ്റെ വാക്കിന് എന്ത് വിലയാണ് നീ തന്നത്, ഇനി എൻ്റെ ജീവിതത്തിൽ രേവതിയില്ല, രേവതിയോ രേവതിയുടെ കുടുംബവും ഇല്ല, എൻ്റെ വാക്കിന് വില തരാത്ത ഒരു ഭാര്യയും എനിക്ക് വേണ്ട, നിനക്കിനി നിൻ്റെ വീട്ടിൽ പോയി തന്നെ താമസിക്കാം, നിൻ്റെ തീരുമാനങ്ങൾ അവിടെയല്ലേ, നീ അവിടെ പോയിക്കോ, എനിക്കിനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പതിർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.